ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ യൂസേജാണ്. ഐ തിങ്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എന്നാണ് അർത്ഥം. ഐ തിങ്ക്. അപ്പോൾ ഐ തിങ്ക് വെച്ചിട്ട് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ നമ്മൾ സെൻറ്റൻസ് പറയാൻ നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഐ തിങ്ക്. ഇത് എക്സാമ്പിൾ, അവൻ ബിസിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് ഹി ഈസ് ബിസി. ഐ തിങ്ക് ഹി ഈസ് ബിസി. അപ്പോൾ ഐ തിങ്ക് പ്ലസ് സെൻറ്റൻസ് ആണ് കേട്ടോ. ഐ തിങ്കിന് ശേഷം നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ആ സെൻറ്റൻസ് വയ്ക്കാം. അപ്പോൾ അവൻ ബിസി ആണെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെ പറയാ? ഐ തിങ്ക് ഹി ഈസ് ബിസി. ഐ തിങ്ക് ഹി ഈസ് ബിസി. ഓക്കെ, ഇനി അവൻ മറന്നെന്ന് എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് ഹി ഫൊഗോട്ട്. ഐ തിങ്ക് ഹി ഫൊഗോട്ട്. അവൻ മറന്നെന്ന് എനിക്ക് തോന്നുന്നു. ഇത് നല്ലൊരു ഐഡിയ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് ദിസ് ഇസ് എ ഗുഡ് ഐഡിയ. അപ്പം നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ കിട്ടിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സംസാരിക്കാം. അപ്പം ഇത് നല്ലൊരു ഐഡിയ ആണെന്ന് തോന്നുന്നു. എങ്ങനെ പറയാം? ഐ തിങ്ക് ദിസ് ഇസ് എ ഗുഡ് ഐഡിയ. ഐ തിങ്ക് ദിസ് ഇസ് എ ഗുഡ് ഐഡിയ. ഇത് നല്ല ഒരു ഐഡിയ ആണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ വൈകിയെന്ന് എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് വി ആർ ലേറ്റ്. ഐ തിങ്ക് വി ആർ ലേറ്റ്. നമ്മൾ വൈകിയെന്ന് എനിക്ക് തോന്നുന്നു. ഇംഗ്ലീഷ് ഈസി ആണെന്ന് എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് ഇംഗ്ലീഷ് ഈസ് ഈസി. ഐ തിങ്ക് ഇംഗ്ലീഷ് ഈസ് ഈസി. അപ്പോൾ നിങ്ങൾക്ക് ഈ സെൻറ്റൻസ് വെച്ചിട്ട് എങ്ങനെയാണ് സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ടിപ്സ് കിട്ടാൻ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.